അദ്ദേഹത്തിന് ഡോക്ടർ ഡാനിയൽ ജോൺസന്റെ ഐ ഡി ഞാൻ കണ്ടുപിടിച്ചു. ആ ഐ ഡി കണ്ടതിന് ശേഷം തൊട്ട് നെക്സ്റ്റ് ഐ ഡി നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം ഓരോ ഐ ഡിയും ഞാൻ മറച്ചു നോക്കുമ്പോൾ ഏകദേശം 100ഓളം ഐ ഡികൾ ഗൂഗിളിന്റെ ഐ ഡി ആണ്. ഗൂഗിൾ ഐ ഡി ഒക്കെ ഗൂഗിളിൻ്റെതായിരുന്നു. അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഗൂഗിൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. 100 ഐ ഡി, അതിനുശേഷം ആയിരക്കണക്കിന് ഐ ഡികൾ VVIP യൂസർ എന്ന പേരൊന്നുമില്ല, VVIP യൂസർ എന്ന കണക്കിന് ആയിരക്കണക്കിന് ഐ ഡികൾ ഉണ്ടായി. അതിനുശേഷം ഏകദേശം പല രാജ്യങ്ങളിലായിട്ട് ഏകദേശം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഒരു 7000 ആളുകൾ ഐ ഡികൾ പല രാജ്യത്തിലുള്ള ഐ ഡികൾ ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്നുള്ളത് ഉണ്ടായിരുന്നു, എല്ലാ രാജ്യത്തും എത്ര രാജ്യമുണ്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പല ആളും ക്വാളിഫൈ ചെയ്ത അവരുടെ എന്താ പറയുക റാങ്ക് അടക്കം പറഞ്ഞിരുന്നു. ആ സമയത്ത് അത് സ്ക്രോളിങ്ങിൽ ഇങ്ങനെ പോവായിരുന്നു. മുകളിലെ വെബ്സൈറ്റിന്റെ മുകളിൽ കോട്സ് അമർത്തിസ്റ്റ് എന്ന് പറഞ്ഞ് ഓരോ പേരും ആ രാജ്യവും ഒരു സമയത്ത് കാണിച്ചിരുന്നു. അതൊന്നും നമുക്കന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പോയി നമ്മൾ സെർച്ച് നമ്പർ കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. ലാസ്റ്റ് 7000-ന് ശേഷമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു നമ്മളെ ഗ്രേറ്റ് ലീഡർ നീരജ് ഗുപ്ത സാർ ഡൽഹി എന്ന് പറയുന്ന ഐ ഡി നമുക്ക് അദ്ദേഹത്തിന്റെ ഐ ഡി എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ടോപ്പ് ലീഡറായിരുന്നു. അദ്ദേഹത്തിന്റെ ഐ ഡി പലപ്പോഴും നമ്മളെ ഗ്രൂപ്പിൽ കണ്ടതുകൊണ്ട് ആ ഐ ഡി 7000-ന് ശേഷം ഉള്ള ഐ ഡി ആണ്. അതായത് 2018 ഇന്ത്യയിൽ വന്നപ്പോൾ ഉള്ള ഐ ഡി ആണ്. അതിനു മുമ്പുള്ള ഐ ഡികൾ 2015 മുതലുള്ള ഐ ഡികൾ 7000 ഐ ഡി ഇന്ത്യക്ക് പുറത്താണ് സാറേ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് വലിയൊരു സംഭവമാണ്. ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറി മറിയും. കാരണം ഞാൻ തേടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു സാധനമാണ്. വീട്ടിലിരുന്നു കൊണ്ട് വളരെ ഒരു മൊബൈൽ ഉപയോഗിച്ചിട്ട് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. അതുകൊണ്ടാണ് ഞാൻ ട്രേഡിംഗ് പോലും ചെയ്തുകൊണ്ടിരുന്നത്. ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിംഗിൽ ഞാൻ കുറേ വർഷം ചെയ്തിട്ടുണ്ട്. അതിൽ ഈൽഡ് ഫാമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല. കാരണം അതിന്റെ സംവിധാനം എങ്ങനെയാണ്, നമ്മളൊരു 100 ചില്ലറ കാര്യങ്ങൾ പഠിച്ചാലാണ് നമുക്കൊരു ക്രിപ്റ്റോ കറൻസി ശരിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കണം. അങ്ങനെ ആ ഒരു ബിസിനസ്സിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഞാൻ പല സ്ക്രീൻ ഷോട്ടുകളും നമ്മളെ ഗ്രൂപ്പിനകത്ത് വന്ന പല മെസ്സേജുകളും വെബ്സൈറ്റിൽ വന്ന മെസ്സേജുകളും ഒരുപാട് സ്ക്രീൻഷോട്ടുകളും ഞാൻ ചെറിയൊരു കളക്ഷൻ ഉണ്ട്. അതിലെ കുറച്ച് കളക്ഷനാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നമുക്ക് ആ സ്ക്രീൻഷോട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാമെന്ന്. അപ്പൊ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം ഈ സിസ്റ്റത്തിൽ നാൾ വഴികൾ എന്ന് വേണം പറയാം. ഈ സിസ്റ്റം തുടങ്ങിയ മുതലുള്ള കുറച്ച് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല. കാരണം 100 കണക്കിന് സ്ക്രീൻഷോട്ടുകളും വെബ്സൈറ്റിന്റെ ചെറിയ നോട്ടിഫിക്കേഷനും ഇങ്ങനെയുള്ള നിരവധിയുണ്ട്. അതുപോലെ അതേ സമയത്ത് അവരുടെ എന്താ പറയുക അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. ഇന്ന് ഞാൻ കാണിക്കുന്ന ഏകദേശം നമ്മളെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്ന കുറെ പേജുകളാണ്. അത് ഞാൻ എന്തിനു കാണിക്കുന്നു പറഞ്ഞാൽ, നമ്മളെ ഈ സിസ്റ്റം ഇന്ന് PVC മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഈ സിസ്റ്റം ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ തുടക്കം മുതൽ പലതും അവിശ്വാസത്തോടു കൂടി നോക്കിയ ഒരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഏകദേശം 8 മാസം ഇത് റെഫറൽ ചെയ്തിട്ടേ ഇല്ല, ആരും പരിചയപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷമാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ. അദ്ദേഹം കർണാടകത്തിൽ സുള്ളിയത്തിൽ ഉള്ള ഒരു ഗ്രേറ്റ് ലീഡറാണ്. ഇപ്പൊ അദ്ദേഹത്തിലൂടെയാണ് 2500-ലധികം ആളുകൾ കർണാടകത്തിൽ ഞാൻ എൻ്റെ ടീമിൽ വന്നതിന് ശേഷമാണ് ഞാൻ കേരളത്തിലെ ആദ്യത്തെ ആളെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ സ്ക്രീൻഷോട്ടിലേക്ക് ജസ്റ്റ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നെ ആദ്യം അട്രാക്ട് ചെയ്ത ആ PV മിന്റ് അതിന്റെ ഒരു സ്ക്രീനിലേക്കാണ് ഞാൻ കൊണ്ടുവന്ന്. ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ്. നമ്മളെ നാൾ വഴികളെന്ന് വേണം പറയാം. നമ്മൾ മുഴുവൻ കാണിക്കണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും. അത് പലതും മങ്ങിയതെല്ലാണ്, കുഴപ്പമില്ല, പഴകിയതാണ്, എങ്കിൽ കൂടി നിങ്ങളെ ഞാൻ കാണിക്കുന്നു. കാരണം എന്താ, ഇത് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക്, അറ്റ്ലീസ്റ്റ് കുറച്ച് ആളുകൾക്കൊന്നും ഇതിന്റെ നാൾ വഴികൾ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് അതിലേക്ക് പോയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ്.